ഹേ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. ഈ വ്യക്തി നിങ്ങൾ ഈ സമയം എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ക്വിക്കായിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, 1 or 2. ഏത് വ്യക്തിയെ കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ ഈ സമയം കാണുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. ഓൾറൈറ്റ്, എസ്പെഷ്യലി നിങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തി കാണുന്നത്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. How do they see you? Tip number 1. Think about your person. How do they see you? Alright. സോ നിങ്ങൾ ഈ സമയം അവർക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് എന്താ, ഒരു ട്രൂ സിറ്റുവേഷൻ എന്താന്നുള്ളത് അവരൊരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളായിട്ട് വരുത്തിയിട്ടുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിയൽ സിറ്റുവേഷൻ അവരൊരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നുള്ളതിൽ ആ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് അവരുടെ ഒരു കൺട്രോളിൽ നിങ്ങൾ നിൽക്കാത്തത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വഴി, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില തീരുമാനം എടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നു. സോ അത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കാം ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെയോ രീതിയിലൊരു പ്രഷർ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ചേഞ്ച് ആക്ച്വലി സ്വഭാവത്തിൽ വരുത്തുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവർ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഓർ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് ക്ഷമയോടുകൂടി നിൽക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ സമയം ഈ വ്യക്തി നിങ്ങളെ കുറച്ചുകൂടെ ക്ഷമയോട് കൂടിയിട്ട് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അറിഞ്ഞോ അറിയാതെയോ. ഓൾറൈറ്റ്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഒക്കെ വരുന്നത് നല്ലതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ചില കാര്യങ്ങള്. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് ആക്ച്വലി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസേർവ് ആണ് എന്നുള്ളത് ഈ വ്യക്തി കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അതുപോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഡിസേർവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ കുറച്ചുകൂടെ ഒരു വാല്യുബിൾ ആയിട്ടാണ് ഈ വ്യക്തി ഈ സമയം കാണുന്നത്. അത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് അത്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ റിബലായിട്ട് നിൽക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പൊതുവേ നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ച് പൊതുവെ സ്റ്റബേൺ ഉള്ള കുറച്ച് വാശിയുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ വളരെ മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്. സോ ആ വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന്. അത് നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഡിസ്റ്റൻസ്, ഈവൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയായിട്ട് ഷെയർ ചെയ്യുന്ന പോലെ ആ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതായിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഒരു നേച്ചർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു സ്നേഹമായിരിക്കാം, നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള പല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം, ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കാം, ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ നിന്നിട്ടുള്ള ഒരു രീതി ആയിരിക്കാം. അതൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇപ്പം കിട്ടുന്നുണ്ടാവില്ല, ഷെയർ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങള്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു ഇന്നസെൻസ്, നിങ്ങളുടെ ഒരു ക്ഷമ, നിങ്ങൾ പൊതുവേ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ക്ഷമയോട് കൂടിയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ പൊതുവേ അങ്ങനെ വളരെ ക്ഷമ ഉള്ള പേഴ്സൺ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ആ വ്യക്തി കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ക്ഷമ, ഇന്നസെൻസ്, നിഷ്കളങ്കായിട്ടുള്ള വേർഷനൊക്കെ ആ വ്യക്തി സെർച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അത് എവിടെ, അത് മേ ബി ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, കാരണം നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല.
ഓക്കെ. സോ ചില ആളുകള് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരിക, കാരണം എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാവുള്ളൂ. കാരണം ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ എന്തൊക്കെയോ കണ്ടീഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ആ വ്യക്തിയെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്, ഓർ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ചിട്ട്. ഓക്കെ ഫൈനലി ഓക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം, നിങ്ങൾക്ക് ചെയ്തുതരാം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക്. കാരണം എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്താലേ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഈ വ്യക്തി എറിഞ്ഞു തരാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ, ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ ജലദേവത ഒക്കെ പോലെ. ഓക്കെ. സോ ഓരോ കോടാലി കൊണ്ട് കൊടുക്കുന്നത് പോലെ ഗോൾഡിന്റെ കൊണ്ടു കൊടുക്കും, വെള്ളിയുടെ കൊണ്ടു കൊടുക്കും. പക്ഷെ നിങ്ങൾ ആ വിറക് വെട്ടുകാരനെ പോലെ തന്നെ നിങ്ങൾക്ക് എക്സാക്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അത് മതി, ഇനി വേറെ എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ റിബലായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. സോ അത് നല്ലതാണ്, നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ വ്യക്തി എസ്പെഷ്യലി നിങ്ങളെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ക്ലാഷസ്, ഒരു സെപ്പറേഷൻ, വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്, അത് എക്സാക്ട്ലി നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ വേണ്ടത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്. സോ നിങ്ങൾ എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക. കാരണം ഡെഫിനറ്റ്ലി ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും കണക്ട് ചെയ്യാൻ ഇങ്ങനെ എറിഞ്ഞു തരും, സ്വർണ്ണ കോടാലി, വെള്ളി കോടാലി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, കറേജ് ആയിട്ട്. കാരണം ഇതുവരെ കാണാത്ത ചില കറേജ് ഒക്കെ ഈ വ്യക്തി നിങ്ങളിൽ കാണുന്നുണ്ട്, ഇതുവരെ കാണാത്ത ചില വാശികളൊക്കെ നിങ്ങളിൽ ആ വ്യക്തി കാണുന്നുണ്ട്, മാറ്റങ്ങൾ കാണുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതുണ്ട്, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സോ ചില കാര്യങ്ങൾ അത് അയാൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. സോ അത് കുഴപ്പമില്ല, നിങ്ങൾ ഒരു നല്ലൊരു ഇന്റൻഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. കാരണം ആ ഒരു കാര്യം ഈ വ്യക്തിയെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേയ് ഗ്രൂപ്പ് നമ്പർ 2, ഹൗ ഡു ദേ സീ യു? ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് ഈ സമയം കാണുന്നത്? ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്? നിങ്ങൾ ഈ സമയം എന്തും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നുണ്ടായിരിക്കുക. എന്ത് തന്നാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സന്തോഷിപ്പിക്കാം, സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ്സ് വെരി ഈസി ടു പ്ലീസ് യു. ഓക്കെ. നിങ്ങൾ സന്തോഷിപ്പിക്കാൻ അത്ര എളുപ്പമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആ വ്യക്തി നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ കാണുന്നുണ്ടായിരിക്കുക. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ളത്. സോ നിങ്ങൾ കുറച്ചുകൂടെ, എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു ഫെമിനൻ ക്വാളിറ്റി ആ വ്യക്തി ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൈൻഡ്നെസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു മദർലി എനർജി ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് മേ ബി ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കണം, ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. ടിപ്പ് നമ്പർ 2. സോ നിങ്ങൾ പാസ്റ്റിലെ ചില സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഈ വ്യക്തി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം, നിങ്ങൾ ഒരുപാട് മെമ്മറീസിൽ ജീവിക്കുന്ന പേഴ്സൺ ആയിട്ട് ഈ വ്യക്തി കാണുന്നുണ്ടായിരിക്കണം, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ അതിൽ കുറച്ച് ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾ പഴയതിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയതിൽ നിങ്ങൾ ഒരുപാട് ഓവർകം ചെയ്തു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരം ഉണ്ടാവുന്നത് ഈ ഒരു ക്ലാഷ് ആയിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ എപ്പോഴും പഴയതുപോലെയാണ്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 2, എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്? സോ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഗിൽറ്റ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ വ്യക്തിക്കും ഇപ്പൊ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ള ചില കാര്യത്തിൽ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളെ കാണുന്ന സമയത്ത് അതാണ് ആക്ച്വലി ആ വ്യക്തി കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടാവുക, ഒരു ഗിൽറ്റ് ഫീൽ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. എസ്പെഷ്യലി ഇത് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ നിങ്ങളെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഓക്കെ. പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കാം, എസ്പെഷ്യലി പാസ്റ്റില്. മേ ബി ഈ സമയത്ത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ. കാരണം
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഈ സമയം ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊരു അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത്. ഓക്കെ, സോ നിങ്ങളോട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. റൊമാൻസ്, ചില ഫീലിങ്സ് ഒക്കെ നിങ്ങളെടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. സിറ്റുവേഷൻസ് ചേഞ്ച് ആവും. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തി കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, സ്നേഹം, അത് നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു കാര്യത്തിൽ നിങ്ങളടുത്ത് ഒരു വലിയൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി ആയിരിക്കാം, നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. വിഷമം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത്. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. ബട്ട് അഗെയിൻ ലൈക്ക് ആ വ്യക്തി സിറ്റുവേഷൻസ് ബെറ്റർ ആയിട്ട് വരുന്നുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഹൈഡ് ചെയ്യാണ്, നിങ്ങൾ കാണുന്നില്ല. ആ വ്യക്തി നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളെ കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഓർ മേ ബി ലൈക്ക് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓർ നിങ്ങൾ പ്രിപ്പയർഡ് അല്ല. ഓൾറൈറ്റ്, കാരണം ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് മ്യൂച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നല്ലതാണ്. ചില സെപ്പറേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ടെലിപ്പത്തിക്കലി ഈ സമയം നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. Let's take one more message for tube number 2. How do they see you? ഓക്കെ, സോ എന്തൊരു മേജർ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കാണുന്ന സമയത്ത് അങ്ങനെയായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിലെ ചില സാഹചര്യം കാരണം ആ വ്യക്തിക്ക് അങ്ങനെയായിരിക്കാം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് രണ്ട് സിറ്റുവേഷനിൽ മെയിൻലി ആ പേഴ്സൺ സ്റ്റക്ക് ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ മെമ്മറീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ. ഓക്കെ, സോ അത് ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർ എടുത്തിട്ടുള്ള ചില ഡിസിഷൻസ് ആയിരിക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ല, സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ചില സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടെലിപ്പത്തിക്കലി നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ആ വ്യക്തി നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ ഒരു മദർലി എനർജി ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ ആ വ്യക്തിക്ക് നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി അങ്ങനെയായിരിക്കാം കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ, motherly energy, feminine. Alright, so that is group number 2. നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.